അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ഭാരവാഹി ടിനി ടോമിനെതിരെ തുറന്നടിച്ച് നടി അൻസിബ ഹസൻ. ടിനി ടോം സാമൂഹിക വിപത്തെന്നും തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും അൻസിബ പറഞ്ഞു. പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കം ടിനി ടോമിനെ സംരക്ഷിക്കുന്നുവെന്നും അൻസിബ കുറ്റപ്പെടുത്തി. അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, ഹിൽ പാലസ് SI രേഷ്മ എന്നിവർക്കെതിരെ അൻസിബ ഹസൻ പോലീസിന് മൊഴി നൽകി. സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക. വിഷ്ണു സുരേഷിന്റെ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, സംഘടനയ്ക്കുള്ളിൽ തുടങ്ങിയ തർക്കം പരാതി ഒടുവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരെ എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉമേഷ്, അമ്മയിലെ തർക്കം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൻസിബ നേരത്തെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം DGPക്കും ഒരു പരാതി നൽകിയിരുന്നു. അമ്മയിലെ തന്നെ വൈസ് പ്രസിഡന്റായ ലക്ഷ്മിപ്രിയയും അതോടൊപ്പം തന്നെ ഹിൽ പാലസ് വനിതാ സെൽ SI രേഷ്മയും ചേർന്ന വ്യാജ പരാതിയിൽ തന്നെ മാനസികമായി പീഡിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ പരാതി ACPക്ക് ഫോർവേഡായി വരികയും ACP ഇന്ന് അതിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് അൻസിബയെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചത്. അൻസിബ വളരെ കൃത്യമായി തന്നെ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കുറ്റാരോപിതരായ ഈ പറയുന്ന ലക്ഷ്മിപ്രിയയുടെയും അതോടൊപ്പം അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥയായ SIയുടെയും മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേസെടുക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടില്ല. റിപ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ട് കമ്മീഷണർ പരിശോധിച്ച ശേഷം കമ്മീഷണർ നിലപാടനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തൃക്കാക്കര ACP വ്യക്തമാക്കിയിട്ടുള്ളത്. അൻസിബ ടിനി ടോമിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ടിനി ടോം അതിഗുരുതരമായ പരാമർശങ്ങൾ അൻസിബക്കെതിരെ നടത്തി എന്ന് നേരത്തെ തന്നെ അവർ വെളിപ്പെടുത്തിയതാണ്. അതിൽ നേരത്തെ അമ്മയ്ക്ക് അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെങ്കിലും അമ്മ ഇതുവരെ ആ പരാതി പരിഗണിച്ചിട്ടില്ല. ജനറൽ ബോഡിയിൽ പരിഗണിക്കാമെന്നാണ് ശ്വേതാ മേനോൻ നേരത്തെ വ്യക്തമാക്കിയത്. ടിനി ടോമിനെ സംരക്ഷിക്കാനുള്ള നടപടി അവിടെ ഉണ്ടാകുന്നു എന്ന് അൻസിബ ഇന്ന് വ്യക്തമാക്കി. ആ ഒരു പശ്ചാത്തലത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ പോലീസിൽ പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് അൻസിബ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്മേഷ്. ശരി വിഷ്ണു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.